ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മോഡൽ ഫോർ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. ഇപ്പോൾ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് മോഡലിൻ്റെ ഫിഗർ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു 6 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ അതിൽ 3 അല്ലെങ്കിൽ 4 മാർക്സും ഫിഗറിന് തന്നെയായിരിക്കും. ആ ഫിഗർ വെച്ചിട്ട് ഓരോ ടേമും എക്സ്പ്ലെയിൻ ചെയ്യാണ് വേണ്ടത്. Testing is not an activity, rather it should be learned as a process. Therefore, testing should be performed in a planned way. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു പോയ കാര്യമാണ്. ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലെ ഒരു ചെറിയൊരു ആക്ടിവിറ്റി ആയിട്ട് മാത്രം കൺസിഡർ ചെയ്യരുത്. ഡെവലപ്മെൻറ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് വേണം ടെസ്റ്റിങ്ങിനെ കൺസിഡർ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ടെസ്റ്റിംഗ് എപ്പോഴും നമ്മൾ ഡെവലപ്മെൻറ്റ് പെർഫോം ചെയ്യുന്നത് പോലെ തന്നെ ഒരു പ്ലാൻഡ് വേയിൽ വേണം ടെസ്റ്റിങ്ങും പെർഫോം ചെയ്യാൻ. ഇനി ഈ ഫിഗർ നോക്കിയാൽ കുറേ ടേം വരുന്നുണ്ട്. സിസ്റ്റം, ഡെവലപ്പർ, സോഫ്റ്റ്വെയർ, ടെസ്റ്റർ, ബഗ് മോഡൽ, ടെസ്റ്റിംഗ് മെത്തഡോളജി, ടെസ്റ്റിംഗ് റിസൾട്ട്സ്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഫസ്റ്റ് വരുന്നത് എന്താണ്? സോഫ്റ്റ്വെയർ. The software is basically a part of a system for which it is being developed. അപ്പോൾ സോഫ്റ്റ്വെയർ എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ സോഫ്റ്റ്വെയർ എന്താണ്? അതിന് പറയേണ്ട കാര്യമില്ല. എന്താണ് സോഫ്റ്റ്വെയർ എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏത് സിസ്റ്റത്തിലാണോ നമ്മൾ ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത് ആ സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ടാണ് സോഫ്റ്റ്വെയറിനെ കൺസിഡർ ചെയ്യുന്നത്. ഏത് സിസ്റ്റത്തിലാണോ ഡെവലപ്പ് ചെയ്യുന്നത്, ഇവിടെ ഒരു സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഈ സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടായിട്ടാണ് നമ്മൾ സോഫ്റ്റ്വെയറിനെ കൺസിഡർ ചെയ്യുന്നത്. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് എന്താണ്? സിസ്റ്റം. സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ടു മേക്ക് ദ പ്രൊഡക്റ്റ് റൺ. ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഈ സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ സിസ്റ്റത്തിൽ സോഫ്റ്റ്വെയറും ഉണ്ടാവും ഹാർഡ്വെയറും ഉണ്ടാവും. ഈ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയറിനെ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ചേർന്നതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ്? ഡെവലപ്പർ. ദ ഡെവലപ്പർ ഡെവലപ്സ് ദി സോഫ്റ്റ്വെയർ ഇൻ ദി പ്രിസ്ക്രൈബ്ഡ് സിസ്റ്റം എൻവയോൺമെൻറ്റ്. ഇപ്പോൾ ഡെവലപ്പറിൻ്റെ ഡ്യൂട്ടി എന്താണ്? ഈ സോഫ്റ്റ്വെയറിനെ ഈ സിസ്റ്റം എൻവയോൺമെൻറ്റിൽ ഡെവലപ്പ് ചെയ്യണം. അതാണ് ഡെവലപ്പറിൻ്റെ ടാസ്ക്. Testers are supposed to get on with their task as soon as the requirements are specified. Testers works on the basis of a bug model which classifies the bug based on the criticality. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അടുത്ത എന്താണ്? ടെസ്റ്റർ. ടെസ്റ്ററിൻ്റെ ടാസ്ക് എന്താ നമുക്കറിയാലോ? സോഫ്റ്റ്വെയറിനെ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയറിനെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ടെസ്റ്റേഴ്സിൻ്റെ ടാസ്ക്. അപ്പോൾ ഈ ടെസ്റ്റിംഗ് ഓപ്പറേഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക? റിക്വയർമെൻറ്റ് സ്പെസിഫൈ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ടെസ്റ്റിംഗ് ഓപ്പറേഷനും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓരോ ഫേസിലും എന്താണ് ടെസ്റ്റിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നുണ്ട്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ബഗ് മോഡൽ. ടെസ്റ്റേഴ്സ് ആ ഒരു ടെസ്റ്റിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബഗ് മോഡൽ യൂസ് ചെയ്യുന്നുണ്ട്. ബഗ് മോഡലിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ടെസ്റ്റേഴ്സ് വർക്ക്സ് ഓൺ ദ ബേസിസ് ഓഫ് എ ബഗ് മോഡൽ വിച്ച് ക്ലാസിഫൈസ് ദി ബഗ്സ് ബേസ്ഡ് ഓൺ ദി ക്രിട്ടിക്കാലിറ്റി. അപ്പോൾ ഈ ബഗ് മോഡലിൽ ഈ ബഗ്സിനെ പറ്റി വരാൻ ചാൻസ് ഉള്ള വന്നിട്ടുള്ളതുമായ പ്രീവിയസ് പ്രൊജക്റ്റിലൊക്കെ വന്നിട്ടുള്ളതായ ബഗിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽസ് ഒരു ഡോക്യുമെൻ്റ് ആയിട്ടാണ് ബഗ് മോഡൽ വരുന്നത്. ബഗിനെ പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻ ഈ ബഗ് മോഡലിൽ ഉണ്ടാവും. ഈ ബഗ് മോഡലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ടെസ്റ്റേഴ്സ് സോഫ്റ്റ്വെയറിനെ ടെസ്റ്റ് ചെയ്യുന്നത്. Based on the software type and the bug model, testers decide a testing methodology which guides how the testing will be performed. With suitable testing techniques decided in the testing methodology, testing is performed on the software with a particular goal. If the testing results are in line with the desired goals, then the testing is successful. എന്താ പറഞ്ഞിരിക്കുന്നത്? ബഗ് മോഡൽ വരെ നമ്മൾ പറഞ്ഞു. ബഗ് മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഗിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും ബഗ് മോഡൽ ഉണ്ടാവുക. ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയറിനെയും ബഗ് മോഡലിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് ടെസ്റ്റേഴ്സ് ഒരു ടെസ്റ്റിംഗ് മെത്തഡോളജി അല്ലെങ്കിൽ ഒരു ടെക്നിക്ക് ഡിസൈൻ ചെയ്യണം. അപ്പോൾ ടെസ്റ്റിംഗ് മെത്തഡോളജി എന്ന് പറയുന്നത് ആ ടെസ്റ്റിംഗ് ടെക്നിക്സ് ആണ്. ഇപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്, വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്, ഇത്തരത്തിലുള്ള ടെസ്റ്റിംഗ് ടെക്നിക്സ് ഒക്കെയാണ് ഈ ടെസ്റ്റിംഗ് മെത്തഡോളജി എന്ന് പറയുന്നത്. ഈ ബഗ് മോഡലിനെയും സോഫ്റ്റ്വെയറിനെയും വെച്ച് നോക്കിയിട്ട് ഏത് ടെക്നിക്കാണ് സ്യൂട്ടബിൾ എന്നുള്ളത് ടെസ്റ്റർ ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് ടെസ്റ്റിംഗ് മെത്തഡോളജി. അതിനുശേഷം എന്താണ്? ടെസ്റ്റിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. ആ ടെക്നിക്സ് വെച്ചിട്ട് ടെസ്റ്റിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു. അതിനൊരു റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ആവാം, അൺഎക്സ്പെക്റ്റഡ് ആവാം. എക്സ്പെക്റ്റഡ് ആണെങ്കിൽ എന്താണ്? ആ ടെസ്റ്റിംഗ് ഓപ്പറേഷൻ അവിടെ കഴിഞ്ഞു, അതായത് എറർ ഒന്നുമില്ല. ഇനി അൺഎക്സ്പെക്റ്റഡ് റിസൾട്ട് ആണെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? സോഫ്റ്റ്വെയറിൽ പോയി മോഡിഫിക്കേഷൻ ചെയ്യണം. ഈ ടാസ്ക് ഒക്കെ വീണ്ടും പെർഫോം ചെയ്യണം.
അപ്പോൾ ഇത്രയാണ് ടെസ്റ്റിംഗ് മോഡൽ വരുന്നത്. ഒന്നുകൂടെ പറയാം, സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ആ ഒരു പ്രൊജക്റ്റിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ സോഴ്സ് കോഡാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് സിസ്റ്റം. സിസ്റ്റം എന്ന് പറയുന്നത് ഹാർഡ്വെയറിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെയും കോമ്പിനേഷൻ ആയിരിക്കും. ആ സിസ്റ്റത്തിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ആളെ പറയുന്ന പേരാണ് ഡെവലപ്പർ. ഇനി അടുത്ത എന്താണ് ടെസ്റ്റർ. ടെസ്റ്ററിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് സോഫ്റ്റ്വെയറിനെ ടെസ്റ്റ് ചെയ്യാം, എന്തെങ്കിലും എറേഴ്സ് ഒക്കെ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും അത് ഫിക്സ് ചെയ്യുന്നത് ടെസ്റ്റർ അല്ല, ഫിക്സ് ചെയ്യുന്നത് ആരാണ്? ഡെവലപ്പറാണ്. അപ്പോൾ ടെസ്റ്ററിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ടെസ്റ്റ് ചെയ്യുക, എറർ ഉണ്ടെങ്കിൽ അത് ഡെവലപ്പേഴ്സിന് റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ടെസ്റ്റേഴ്സ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ടെസ്റ്റിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്? ഒരു ബഗ് മോഡൽ. ബഗ് മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് പ്രൊജക്റ്റിലൊക്കെ കണ്ടിട്ടുള്ള ബഗ്, അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, ഇനി വരാൻ ചാൻസ് ഉള്ള ബഗ്സ്, എല്ലാ ബഗ്ഗിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയ ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് ബഗ് മോഡലിനെ പറയാം. അപ്പോൾ ടെസ്റ്ററിന് ടെസ്റ്റിംഗ് ഓപ്പറേഷൻ്റെ സമയത്ത് ഈ ബഗ് മോഡൽ റെഫർ ചെയ്യാൻ പറ്റും. ഇനി ഈ ബഗ് മോഡലിനെയും സോഫ്റ്റ്വെയറിനെയും ഡിപ്പെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ അതിനെ നോക്കിയിട്ട് അതിനെ ഒരു സ്യൂട്ടബിൾ ടെസ്റ്റിംഗ് ടെക്നിക്ക് നമ്മൾ സെലക്ട് ചെയ്യണം. ഒരുപാട് ടെക്നിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വൈറ്റ് ബോക്സിൽ തന്നെ ഡിഫറെൻറ്റ് ടെക്നിക്സ് ഉണ്ട്, ബ്ലാക്ക് ബോക്സിൽ തന്നെ ഡിഫറെൻറ്റ് ടെസ്റ്റിംഗ് ഉണ്ട്. സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ടെസ്റ്റിംഗ് ടെക്നിക്സ് ഒക്കെ നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ സെമിസ്റ്ററിൽ. അതിൽ നിന്നും ഒരു സ്യൂട്ടബിൾ ടെസ്റ്റിംഗ് ടെക്നിക്ക് അവിടെ സെലക്ട് ചെയ്യുന്നു. ആ ടെക്നിക്ക് വെച്ചിട്ട് ടെസ്റ്റിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു. അപ്പോൾ അവിടെ റിസൾട്ട് കിട്ടി. എക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ എറർ ഒന്നുമില്ല, ആ ഒരു പ്രോസസ്സ് അവിടെ എൻഡ് ആയി. ഇനി അൺഎക്സ്പെക്റ്റഡ് ആണെങ്കിൽ വീണ്ടും അതിൽ മോഡിഫിക്കേഷൻ ആവശ്യമുണ്ട്. എന്താണ് ബാക്കി ഇപ്പം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തോ അത് വീണ്ടും ഒന്നും കൂടെ കണ്ടിന്യൂ ചെയ്യണം. അതാണ് അൺഎക്സ്പെക്റ്റഡ് റിസൾട്ട് ബാക്കിലോട്ട് തന്നെ പോകുന്നത്. ഇത്രയാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് മോഡൽ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എ പ്രോസസ്. നമ്മൾ ഇത്രയും നേരം കുറച്ച് മുന്നേയും പറഞ്ഞ കാര്യമാണ്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റി അല്ല, ഒരു പ്രോസസ്സാണ്. Testing is not just a single phase in SDLC. Software testing is a process which runs parallel to SDLC. ഡെവലപ്മെൻറ്റിൻ്റെ കൂടെ തന്നെ പാരലൽ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സ് ആയിട്ട് വേണം സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനെ പറയാൻ. അപ്പോൾ ഫസ്റ്റ് ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. ആദ്യമൊക്കെ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനെ കണ്ടത് ഡെവലപ്മെൻറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ചെറിയ ആക്ടിവിറ്റി ആയിട്ടാണ്. എന്നാൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? സെക്കൻഡ് ഫിഗറിൽ കാണും പോലെയാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൻ്റെ കൂടെ പാരലലായിട്ട് നടക്കുന്ന ആക്ടിവിറ്റിയാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. അപ്പോൾ റിക്വയർമെൻറ്റ് ഗ്യാതറിംഗ് ആണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ്. ഫീസിബിലിറ്റി സ്റ്റഡി ഉണ്ട്, അത് കഴിഞ്ഞ് ഫസ്റ്റ് ഫേസ് ആയിട്ട് വരുന്നതാണ് റിക്വയർമെൻറ്റ് ഗ്യാതറിംഗ്. അപ്പോൾ റിക്വയർമെൻറ്റ് ഗ്യാതറിങ്ങിന് ശേഷം ഒരു റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ SRS ഡോക്യുമെൻറ്റ്. ആ SRS ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്താൽ അപ്പം തന്നെ നമുക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യാം? സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. എപ്പോഴാണോ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ പ്രിപ്പയർ ചെയ്ത് കഴിയുന്നത് ആ ടൈമിൽ തന്നെ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങും സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം ഫിഗർ നോക്കിയാൽ മനസ്സിലാവും, രണ്ട് പ്രോസസ്സും എന്താണ് പാരലലായിട്ടാണ് പോകുന്നത്. ഓരോ ഫേസിൻ്റെ കൂടെയും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട്? ടെസ്റ്റിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നുണ്ട്. Software testing starts as soon as the requirements are specified. Once the SRS document is prepared, testing process starts. Software testing process must be planned, specified, designed, implemented and quantified. Testing is a dual purpose process as it is used to detect bugs as well as to establish confidence in the quality of the software. എന്താ പറഞ്ഞിരിക്കുന്നത്? സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് റിക്വയർമെൻറ്റ് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കൂടെ തന്നെ പാരലലായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. എപ്പോഴാണ്? SRS ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ടെസ്റ്റിംഗ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ആവും. ഇനി എന്താണ്? സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് പ്ലാൻ ചെയ്തിരിക്കണം, സ്പെസിഫൈ ചെയ്തിരിക്കണം, ഡിസൈൻ ചെയ്തിരിക്കണം, ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം, ക്വാണ്ടിഫൈ ചെയ്തിരിക്കണം. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡെവലപ്മെൻറ്റിൽ നമ്മൾ ഓരോരോ ഫേസസ് ആയിട്ടാണ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിലേക്ക് വരുമ്പോഴും നമുക്ക് വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഓരോരോ ഫേസസ് ആയിട്ട് വേണം നമ്മൾ ടെസ്റ്റിംഗ് ഓപ്പറേഷനും പെർഫോം ചെയ്യാം. അത് നമ്മൾ ഇനി അടുത്ത ടോപ്പിക്കിൽ പഠിക്കും. ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഡ്യുവൽ പർപ്പസ് പ്രോസസ്സാണ്. അപ്പോൾ ഫസ്റ്റ് പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ബഗ്സിനെ ഡിറ്റക്റ്റ് ചെയ്യാം. ഇനി സെക്കൻഡ് പർപ്പസ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ക്വാളിറ്റി ഉണ്ടാക്കുക. അപ്പം നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ എറേഴ്സ് കണ്ടുപിടിച്ചതിനെ സോൾവ് ചെയ്യുമ്പം നമ്മൾ എന്താണ് കൂടുന്നത്? സോഫ്റ്റ്വെയറിൻ്റെ ക്വാളിറ്റിയാണ്. അപ്പം പർപ്പസ് എന്ന് പറയുന്നത് രണ്ടാണ്, ഡിറ്റക്ട് ബഗ്സും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ക്വാളിറ്റിയും.
An organization, to ensure better quality software, must adopt a testing process and consider the following points. ഒരു ക്വാളിറ്റി സോഫ്റ്റ്വെയർ എന്താണ് രണ്ട് പർപ്പസ് എന്ന് പറയുന്നത് ബഗിനെ ഡിറ്റക്റ്റ് ചെയ്യാനും ഒരു ക്വാളിറ്റി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ക്വാളിറ്റി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ്? ടെസ്റ്റിംഗ് പ്രോസസ് ഷുഡ് ബി ഓർഗനൈസ്ഡ് സച്ച് ദാറ്റ് ദർ ഈസ് ഇനഫ് ടൈം ഫോർ ടെസ്റ്റിംഗ് ഓപ്പറേഷൻ. അപ്പോൾ ടെസ്റ്റിംഗ് ഓപ്പറേഷൻ ആ ഒരു നല്ല രീതിയിൽ ടെസ്റ്റിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ ടൈം കണക്കാക്കിയിട്ട് വേണം ആ ഒരു ടെസ്റ്റിംഗ് പ്രോസസ്സ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടെസ്റ്റിംഗ് ടെക്നിക്സ് ഷുഡ് ബി അഡോപ്റ്റഡ് സച്ച് ദാറ്റ് ദീസ് ടെക്നിക്സ് ഡിറ്റക്ട് മാക്സിമം ബഗ്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ബഗ്സിനെ എല്ലാം കണ്ടുപിടിക്കാൻ പറ്റുന്ന ടെക്നിക്സ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. നമ്മൾ പല ടെക്നിക്സ് പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മളുടെ സോഫ്റ്റ്വെയറുമായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെക്നിക്ക് വേണം സെലക്ട് ചെയ്യാൻ. ആ സെലക്ട് ചെയ്യുന്ന ടെക്നിക്ക് എന്ത് ചെയ്യണം? മാക്സിമം ബഗ്സിനെ ഡിറ്റക്റ്റ് ചെയ്യണം. ക്വാളിറ്റി ഫാക്ടേഴ്സ് ഷുഡ് ബി ക്വാണ്ടിഫൈഡ്. ക്വാളിറ്റി ഫാക്ടേഴ്സിനെ ക്വാണ്ടിഫൈ ചെയ്യണം. ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് ആൻഡ് സ്റ്റെപ്പ് മസ്റ്റ് ബി ഡിഫൈൻഡ് ആൻഡ് ഡോക്യുമെൻറ്റഡ്. അപ്പം ഏതൊരു കാര്യം പറയുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഒരു ഡോക്യുമെൻ്റ് കീപ്പ് ചെയ്യണം. അപ്പോൾ ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്തത് ആ കംപ്ലീറ്റ് പ്രോസസ്സ് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കണം. ദർ മസ്റ്റ് ബി സ്കോപ്പ് ഫോർ കണ്ടിന്യൂസ് പ്രോസസ് ഇംപ്രൂവ്മെൻറ്റ്. അപ്പം ഓരോ പ്രൊജക്റ്റും നമുക്ക് എന്തായിരിക്കണം? അടുത്ത പ്രൊജക്റ്റ് നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരു ഉറപ്പുണ്ടായിരിക്കണം. കാരണം നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച ബഗ്സ് തൊട്ടടുത്ത പ്രൊജക്റ്റിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഒരു പ്രൊജക്റ്റിൽ ബഗ് വന്നിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത പ്രൊജക്റ്റ് ചെയ്യുമ്പം ആ ബഗ് വരാത്ത രീതിയിലായിരിക്കണം നമ്മളെപ്പോഴും ആ ഒരു ഡെവലപ്മെൻറ്റ് ചെയ്യേണ്ടത്. ഡെവലപ്മെൻറ്റ് ടൈമിൽ നമ്മളത് ശ്രദ്ധിക്കണം. അപ്പോൾ ഓരോ പ്രൊജക്റ്റിലും കണ്ടുപിടിക്കുന്ന ബഗ്ഗിനെ നമ്മൾ തൊട്ടടുത്ത പ്രൊജക്റ്റിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതെന്താണ്? ഒരു പ്രോസസ്സ് ഇംപ്രൂവ്മെൻ്റ് ആയിരിക്കണം. നമ്മളുടെ ഓരോ ടെസ്റ്റിംഗ് ഓപ്പറേഷനും ഒരു പ്രോസസ്സ് ഇംപ്രൂവ്മെൻ്റ് ആയിരിക്കണം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രൊജക്റ്റിൽ അത് വരാതെ നോക്കുക. ഇത്രയാണ് എന്ത്? സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പ്രോസസ്സ്.